തന്ത്രിയെ രക്ഷിക്കാനിറങ്ങിയ ബി ജെ പി നേതാക്കളെ വെട്ടിലാക്കിക്കൊണ്ട് ബി ജെ പി സംസ്ഥാന നേതാവായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തന്ത്രി 916 കൊള്ളക്കാരനാണ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ SIT വൈകിയതിനാൽ ഇതിനോടകം തന്നെ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റ് വൈകിയത് ഗുരുതരമായ വീഴ്ച എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന് ബി ജെ പിക്ക് സംഭാവന ചെയ്ത അതേ രാധാകൃഷ്ണൻ. നേരത്തെ വൈസ് ചാൻസലറായും PSC ചെയർമാനായിട്ടൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിലെ പ്രമുഖനായിരുന്ന അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തു പോയതോടെ നേരെ ബി ജെ പിക്കാരനാവുകയായിരുന്നു. അദ്ദേഹം ഘർ വാപ്പസി നടത്തി തിരിച്ച് അവരുടെ സ്വന്തം തറവാടായ ബി ജെ പിയിലേക്ക് ചേർക്കുകയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ് തന്ത്രി കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ തന്ത്രിയെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നതിനിടയിലാണ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ കുറിപ്പ് നാട് കേൾക്കണം. തന്ത്രി കള്ളനാണ് എന്നുള്ള കാര്യം ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള അഭിപ്രായമാണെന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പ് തെളിയിക്കുന്നുണ്ട്. ആ കുറിപ്പ് ദേ ഇങ്ങനെയാണ്: ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച ഒരാൾ തന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. തന്ത്രി കണ്ഠരർ രാജീവന് നിഷ്കളങ്കനല്ല, വ്യാജരേഖ ചമച്ചവനാണ്. തന്ത്രിയെ സംരക്ഷിക്കാൻ ഭക്തജന സംഘം ഇറങ്ങിക്കഴിഞ്ഞു. അവർ ഇങ്ങനെ പറയുന്നു: തന്ത്രി നിഷ്കളങ്കനാണ്, അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല, സർക്കാർ പക തീർക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്, പോലീസ് പറയുന്ന കാര്യങ്ങൾ നുണയാണ്. ഇങ്ങനെ നീളുന്നു ന്യായീകരണങ്ങൾ. സത്യത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതിയാണ് തന്ത്രി. എന്തുകൊണ്ട്? 2025 ഒക്ടോബർ 10 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ 4ാം ഖണ്ഡികയിൽ വ്യാജ മഹസർ 18/5/2019 എഴുതി ഉണ്ടാക്കിയ 10 പേരുടെ പട്ടിക നൽകിയിട്ടുണ്ട്. അതിൽ 1ാം പേരുകാരൻ കണ്ഠരർ രാജീവനാണ്. 2ാം പേരുകാരൻ മേൽശാന്തിയും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് ഈ വ്യാജരേഖയാണ്. കാരണം ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികളെ വെറും ചെമ്പു പാളികൾ എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഈ രേഖയാണ്. എന്തുകൊണ്ടാണ് ഈ രേഖ വ്യാജമാണെന്ന് പറയുന്നത്? കാരണം വ്യക്തം. ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടാണെന്ന് തന്ത്രിക്ക് മുന്നറിവുണ്ടായിരുന്നു. എന്തെന്നാൽ മല്യ ശബരിമലയിൽ 38 കിലോ തങ്കം കൊണ്ടുവന്ന് സ്വർണം പൊതിയുമ്പോഴും കണ്ഠരർ രാജീവരർ തന്ത്രിയായിരുന്നു. ഇക്കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് തന്ത്രി വ്യാജരേഖ ചമച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വ്യാജരേഖ ചമയ്ക്കൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഈ വ്യാജരേഖയെ പ്രമാണമാക്കി സ്വീകരിച്ചാണ് ദേവസ്വം ബോർഡും തീരുമാനമെടുത്തത്. എന്നാൽ ഈ ന്യായം നിരത്തി ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല. കാരണം ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന മുന്നറിവ് ബോർഡിനുണ്ടായിരുന്നു. ഈ രേഖയിൽ ഒപ്പുവെച്ച 10 പേർക്കും ഇക്കാര്യത്തിൽ മുന്നറിവുണ്ടായിരുന്നു. എന്നിട്ടും ഇവരെല്ലാവരും ഈ വ്യാജരേഖ ചമയ്ക്കാൻ ഒരുമിച്ച് ചേർന്നു. ഇത് വെറും യാദൃശ്ചികതയാണെന്ന് ഏത് പൊട്ടൻ വക്കീൽ പറഞ്ഞാലും അതിന് വിശ്വസനീയമില്ല. ഈ ഗൂഢാലോചന നടത്തിയതുകൊണ്ടാണ് പോറ്റിക്ക് സ്വർണം അടിച്ചുമാറ്റി വിൽക്കാനും പണം കൊയ്യാനും കഴിഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വ്യക്തിപരമായി ലാഭം ലഭിച്ചില്ലെങ്കിലും കുറ്റകൃത്യത്തിൽ പോറ്റിയെപ്പോലെ തന്ത്രിയും പങ്കാളിയാണ്. അതുകൊണ്ട് കുറ്റകൃത്യത്തിന് ഉത്തരവാദിയുമുണ്ട്. തന്ത്രി ക്ഷേത്ര സ്വത്തുക്കളുടെ കസ്റ്റോഡിയനല്ല. അതുകൊണ്ട് കട്ടിളപ്പാളികളും ദ്വാരപാലക വിഗ്രഹങ്ങളും ക്ഷേത്രത്തിന് പുറത്ത് കടത്തിയതിൽ തന്ത്രിക്ക് ഉത്തരവാദിത്വവുമില്ല എന്നാണ് മറ്റൊരു വാദം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട എന്ത് മരാമത്ത് ജോലി ചെയ്യണമെങ്കിലും അതിനുവേണ്ടി തന്ത്രി രേഖാമൂലം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കണം. ആ രേഖയാണ് ദേവന്റെ അനുജ്ഞയായി ബോർഡ് പരിഗണിക്കുന്നത്. ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏത് സാധനവും ക്ഷേത്ര സന്നിധിക്ക് പുറത്തു വെച്ച് അറ്റകുറ്റപ്പണി ചെയ്യരുത് എന്നത് ക്ഷേത്ര ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അക്കാര്യം ദേവസ്വം ചട്ടങ്ങളിൽ പറയുന്നുമുണ്ട്. അനുഷ്ഠാന ആചാര ലംഘനം ആര് നടത്തിയാലും അത് തിരുത്തേണ്ട ബാധ്യത തന്ത്രിയുടേതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ തന്ത്രി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ ആചാര അനുഷ്ഠാന ലംഘനം ഭക്തജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു. ഇതാകട്ടെ ഗുരുതരമായ വിശ്വാസ വഞ്ചനയും കൃത്യവിലോപവുമാണ്. അങ്ങനെ ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച ഒരാൾ തന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനുമല്ല. ദേവന്റെ രക്ഷിതാവാണ് തന്ത്രി. നിയമപരമായി പ്രതിഷ്ഠാമൂർത്തി പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ്. പ്രായപൂർത്തിയാകാത്ത വ്യക്തിയുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് രക്ഷിതാവിൻ്റെ കടമയാണ്. അതുകൊണ്ട് ദേവന്റെ സ്വത്തുവകകൾ
സംരക്ഷിക്കുക എന്നത് ദേവസ്വം ബോർഡിനോടൊപ്പം തന്ത്രിയുടെയും ചുമതലയാണ്. തന്ത്രി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, തൻ്റെ സംരക്ഷണയിലുള്ള പ്രായപൂർത്തിയാകാത്ത വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിന് വേണ്ടി തൽപര കക്ഷികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു. ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതിൽ ബോർഡിനെ പോലെ തന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. പോറ്റി ശബരിമലയിൽ എത്തിയ ദിവസം മുതൽ പോറ്റിയും തന്ത്രിയും ഉറ്റ ചങ്ങാതിമാരായി. കാരണം പോറ്റി ശബരിമലയിൽ എത്തുന്നതിന് മുൻപേ അവർക്ക് പരസ്പരം അറിയാമായിരുന്നു. അതുകൊണ്ട് രണ്ടു പേർക്കും സാമ്പത്തിക ലാഭം ഉണ്ടായി. അവർ പരസ്പരം സഹായിക്കുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരസ്പരം സഹകരിക്കുകയും ചെയ്തു. എന്നാൽ തന്ത്രി ഇക്കാര്യത്തിലും ആദ്യം മുതലേ കളവാണ് പറഞ്ഞത്. തനിക്ക് പോറ്റിയെ അറിയാമെന്നല്ലാതെ തനിക്ക് പോറ്റിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതായിരുന്നു തന്ത്രിയുടെ വാദം. അത് കളവാണെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ ഈ കൊള്ളയിൽ പ്രതിയായ തന്ത്രിയെ പോറ്റിയോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാതെ സ്വതന്ത്രമായി പുറത്ത് മേയാൻ SIT അനുവാദം നൽകിയത് സംശയാസ്പദമാണ്. ഇക്കാലയളവിൽ സുപ്രധാനമായ പല തെളിവുകളും തന്ത്രി നശിപ്പിച്ചിരിക്കാനാണ് സാധ്യത. പണം, അധികാരം, സ്വാധീനം ഇവയെല്ലാം ഉള്ളവർ കുറ്റവാളികളായാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്ത്രി ചെയ്യും. ആശുപത്രിവാസമടക്കം എല്ലാം. ഇതിനോടൊപ്പം തന്ത്രി രാജീവരർ റിമാൻഡിൽ എന്ന ഒരു കാർഡ് കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് BJPക്കാർക്കോ പരിവാർ സംഘടനകൾക്കോ വിശദീകരിക്കേണ്ട കാര്യമില്ല. തന്ത്രിയെ രക്ഷിക്കാനിറങ്ങിയ BJPക്ക് അകത്ത് തന്നെ തന്ത്രിക്കെതിരെയുള്ള ശബ്ദം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ BJP നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പമല്ല പാർട്ടിയിലെ ഒരു വിഭാഗമെന്ന് തെളിയിക്കുന്നതാണ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ്. ഇതിലൂടെ തന്ത്രി കള്ളനാണോ എന്ന ചോദ്യത്തിന് BJP നേതാക്കന്മാർക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ട്. ശബരിമലയിലെ അഖില ലോക കള്ളനാണ് തന്ത്രി എന്നുള്ള കാര്യത്തിൽ ആ നേതാക്കന്മാർ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പെന്ന് പറയേണ്ടി വരികയാണ്.